ജിൻഡോ അപ്രസക്തനാകുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നത് എന്റെ മാത്രം അഭിപ്രായമല്ല. 10,000-കണക്കിന് പ്രേക്ഷകരുടെ വോയിസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ കാണുന്നവരും അല്ലാത്തവരും എല്ലാവരുടെയും അഭിപ്രായമാണ് ഈ പറയുന്നത്. എപ്പിസോഡ് മാത്രം കാണുന്ന പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കണം. അതാണ് ഷോ ഡയറക്ടറുടെ സീക്രട്ട് അജണ്ട. ജിൻഡോ അവിടെ ഒന്നും ചെയ്യുന്നില്ല, ഒരു ടാസ്കിലും വിജയിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കണം. അയാൾ ഒരു വാഴയാണ് എന്ന് വരുത്തി തീർക്കണം. ഇതല്ല ക്രൂവിന്റെ ഉദ്ദേശമെങ്കിൽ എന്തുകൊണ്ട് ജിൻഡോ എന്ന് കളിച്ച് ജയിച്ച 2 ടാസ്കുകളുടെ ഫുട്ടേജ് മുക്കി? എപ്പിസോഡിൽ ജിൻഡോ ജയിച്ച ഒരു ടാസ്ക് പോലും കാണിച്ചിട്ടില്ല. പകരം വൈകുന്നേരം നടന്ന മറ്റേ കോനാമ്പിച്ചി ഉണ്ടല്ലോ, കോനാമ്പിച്ചി എന്ന് തന്നെ പറയണം, മറ്റേ ചിറ്റ് വെച്ചിട്ടുള്ള ആ പരിപാടി, അതാണ് കാണിച്ചത്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ അതാണ് കാണിച്ചത്. മോർണിംഗ് സോങ് കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ജിൻഡോ ജയിച്ച ഒരു ടാസ്കെങ്കിലും കാണിക്കാമായിരുന്നു. വളരെ മോശമായി പോയി എന്നേ പറയാനുള്ളൂ, വളരെ മോശമായി പോയി. ഇവര് വിചാരിക്കുന്ന ആളുകൾക്ക് മൈലേജ് കിട്ടണം. കറമ്പനും പൊട്ടനും മരമണ്ടനുമായിട്ട് ക്രൂവിന് തോന്നുന്ന ആളെ പരമാവധി തഴയണം. അയാളെ പരമാവധി താഴ്ത്തി കെട്ടാൻ ശ്രമിക്കണം. അയാള് ജയിക്കുന്ന ടാസ്കുകൾ എപ്പിസോഡിൽ കാണിക്കില്ല, പോയിന്റുകൾ നേടിയത് കാണിക്കില്ല, ഒന്നും കാണിക്കില്ല. എപ്പിസോഡ് മാത്രം കാണുന്നവര് ഏത് ലെവലിലാണ് മാനിപ്പുലേറ്റഡ് ആവുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പാർഷ്യാലിറ്റി അല്ല ഇതെന്ന് തെളിയിക്കാൻ ഒരു പോയിന്റ് പോലും പറയാൻ ഉണ്ടാവില്ല ക്രൂ മെമ്പേഴ്സിന്. ജിൻഡോയുടെ ഫുട്ടേജ് മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞ് അയാളെ അപ്രസക്തനാക്കി ഒന്നുമല്ലാതാക്കാൻ തന്നെയാണ് അവരുടെ ശ്രമം. ഇതിലും ഭേദം പിടിച്ച് പുറത്താക്കുന്നതാണ് കേട്ടോ, ഞാൻ കാര്യമായിട്ട് പറയുകയാണ്. ഇതിലും ഭേദം പുള്ളിയെ പിടിച്ച് പുറത്താക്കുന്നതാണ്, ജിൻഡോയെ പുറത്താക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. BB+ലെങ്കിലും ജിൻഡോയുടെ ഒരു ടാസ്ക് കാണിക്കുമോ എന്ന് നോക്കാം കേട്ടോ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.